ദൈവ ദൈവനാമം മഹത്വപ്പെടട്ടെ. ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോട്ട് നന്ദി പറയുന്നു, എന്നെ അമ്മയുടെ പ്രത്യക്ഷണത്തിന് സ്ഥിരം സാക്ഷിയാക്കി ഈ തിരുസന്നിധിയിൽ നിർത്തിയതിന്. എൻ്റെ പേര് രേണുക രഘുനാഥൻ. ഞാൻ വരുന്നത് കോട്ടയം നാട്ടകം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഞാനൊരു നേഴ്സാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യവും എങ്ങനെയാണ് കൃപാസനത്തെപ്പറ്റി അറിഞ്ഞെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ 2019 മുതൽ 2024 വരെ സൗദിയിൽ നേഴ്സായിരുന്നു. അവിടെ വെച്ച് 2023 ജൂണിൽ ഞാൻ OET പാസ്സായി. അങ്ങനെ August 1 ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ച സമയമായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് OET പാസ്സായാൽ 99% ഓക്കെയാണ്, ഇനി 1% കൂടി ഉള്ളൂ എല്ലാം റെഡിയാകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ അവിടുന്ന് എൻ്റെ ജോലി നിർത്തി എക്സിറ്റ് അടിച്ച് ഞാൻ നാട്ടിലേക്ക് പോന്നു. ഫെബ്രുവരി 2024 ഞാൻ നാട്ടിലെത്തി. അത് കഴിഞ്ഞ് എൻ്റെ കാര്യങ്ങളൊന്നും റെഡി ആകുന്നില്ലായിരുന്നു. ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി കുറച്ച് പൈസ മുടക്കിയായിരുന്നു. അങ്ങനെ ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിൽ കേസ് മാനേജർ അസൈൻ ആകണം, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ വേണ്ടി. അതിനുവേണ്ടി കുറേ നാൾ വെയിറ്റ് ചെയ്തു, പക്ഷേ ഒന്നും നടന്നില്ല. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ സ്കോർ വെച്ച് എനിക്ക് അയർലൻഡിലേക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് DL കിട്ടി. അതിലും കുറേ പൈസ മുടക്കി. അങ്ങനെ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു അവിടുന്ന്. പക്ഷേ അതിൽ ഞാൻ ഫെയിലായി. ഞാൻ ഈ അയർലൻഡ് പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റിൽ വർക്കിംഗ് കാണിക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കോട്ടയം GH വോളണ്ടറി സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്തായിരുന്നു. അവിടെ വെച്ച് എല്ലാവരുടെ കയ്യിൽ ഈ കാശ് രൂപവും അതുപോലെ തന്നെ എനിക്ക് അവിടെ വെച്ച് ഒരു പത്രവും കിട്ടിയായിരുന്നു, ഉടമ്പടി പത്രം. പക്ഷേ ഞാനത് 2 കൈ കെട്ടി സ്വീകരിച്ചതല്ലാതെ വായിച്ച് നോക്കിയില്ല. ഞാനൊരു ക്രിസ്ത്യൻ ബേസ്ഡ് സ്കൂളിൽ പഠിച്ചതായതുകൊണ്ട് തന്നെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ പത്രം കൈ കിട്ടിയിട്ട് വായിച്ചില്ല. അപ്പം ഞാൻ എൻ്റെ മെറിറ്റിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ഞാനങ്ങനെ ഇൻ്റർവ്യൂ വീണ്ടും അയർലൻഡ് നോക്കി. പക്ഷേ എനിക്ക് ഈ DLൻ്റെ വാലിഡിറ്റി 1 ഇയറേ ഉള്ളൂ. അതും തീരാറായപ്പോഴത്തേക്കും ഞാൻ വീണ്ടും ന്യൂസിലാൻഡിൽ നിന്ന് ഏജൻസി പറഞ്ഞു, നിങ്ങളുടെ കേസ് മാനേജറൊക്കെ അസൈൻഡായി, നിങ്ങൾക്ക് ക്യാബ് കോഴ്സ് എടുക്കാമെന്ന് പറഞ്ഞ് അവർ എന്നെ ഇൻഫോം ചെയ്തു. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ, എന്നെ അയർലൻഡും കിട്ടത്തില്ല, എന്നെ ന്യൂസിലാൻഡിലേക്ക് തന്നെ പോകി, ഇത്രയും പൈസ മുടക്കിയതല്ലേ എന്നോർത്ത് ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ഞാൻ ക്യാപ്പ് എന്നുള്ളത് ഓസ്കി ആക്കി. കാരണം ക്യാപ്പാണെങ്കിൽ 3 മാസം നിൽക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ തീരുമാനമെടുത്തു. അങ്ങനെ ഓസ്കി ആക്കി ഞാൻ ജനുവരി 2025 ഞാൻ IQN പാസ്സായി. ഞാൻ പിന്നെ ഏപ്രിൽ 28, 2025 ന്യൂസിലാൻഡിലേക്ക് പോവുകയാണ്. അപ്പോഴെല്ലാം എൻ്റെ മെറിറ്റിൽ തന്നെ വിസിച്ചുകൊണ്ടിരുന്നു. വലിയ പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ചെന്ന് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി, റോസ് എന്നാണ് പേര്. അപ്പം അവൾ ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ അവൾ എന്നോട് പറഞ്ഞു, നമുക്ക് കൊന്തയല്ല. അപ്പോൾ എനിക്ക് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ, കൊന്തയൊല്ല. അവൾ എന്നെ കൊന്തയൊല്ലാനൊക്കെ പഠിപ്പിച്ചു, വചനങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ പക്ഷേ എക്സാം മെയ് 8 ആ എക്സാം ഞാൻ ഫെയിലായി. 3 അറ്റംപ്റ്റേ ഉള്ളൂ. ഓരോ സിറ്റിങ്ങിനും എറൗണ്ട് ഒരു 2 ലാഖോളം നമ്മൾ കൊടുക്കണം. അപ്പം ഞാൻ ശരിക്കും എൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ശരിക്കും ഡൗൺ ആയിപ്പോയി. കാരണം അവൾ ജയിച്ചു, ഞാൻ തോറ്റു. അതുകൊണ്ടല്ല, ഞാൻ ശരിക്കും വീണ്ടും ഇനി 2 ലാഖും കൂടെ ഇനി റീസിറ്റിന് കൊടുക്കണം. ഇതെല്ലാം ഞാൻ വിളിച്ചെൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാരും പറഞ്ഞു, ഇനി വേണ്ട, മുടക്കണ്ട, നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. കാരണം അവിടെ ഈ എക്സാമിന് ഒരു ക്രൈറ്റീരിയ ഇല്ല, എന്തുകൊണ്ടാണ് ഫെയിലാകുന്നത്, അങ്ങനെയൊന്നും അവർ പറയുന്നില്ല. അപ്പോൾ ഇനിയും പൈസ കളയണ്ടെന്ന് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു. പക്ഷേ എൻ്റെ ഫ്രണ്ട് സമ്മതിച്ചില്ല. അവളുടെ റിസ്കിൽ തന്നെ അവൾ ഡേറ്റ് എടുത്ത് തന്നു. അങ്ങനെ അവൾ പാസ്സായതുകൊണ്ട് അവൾ വേറെ റിലേറ്റീവുടെ വീട്ടിലേക്ക് പോയി. ഞാൻ അവിടെ ഒറ്റയ്ക്കായി റൂമിൽ. അപ്പോൾ ഞാൻ വീണ്ടും ദൈവത്തോട് കൂടുതൽ അടുത്തു. മാതാവിൻ്റെ കൊന്ത എന്നും ചൊല്ലാൻ തുടങ്ങി, വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ റീസിറ്റിൻ്റെ ഡേറ്റ് ജൂലൈ 22 എന്നുള്ളത് ജൂലൈ 25 മാതാവ് തന്നു. ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു, വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവ് തന്നതാണെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ആ എക്സാം എഴുതി ഞാൻ നാട്ടിൽ വന്നു. ജൂലൈ 16 എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. അതിനു മുന്നേ ഞാൻ ന്യൂസിലാൻഡിൽ വെച്ച് ഞാനിങ്ങനെ റീൽസ് ഇൻസ്റ്റാഗ്രാം തുറന്നപ്പം ഒരു തവണ അച്ഛൻ്റെ ഇങ്ങനെ ടോക്ക് കേട്ടു, ഉടമ്പടി പെട്രോൾ പോലെ കത്തണമെങ്കിൽ അമ്മയുടെ പ്രത്യക്ഷണത്തിന് സ്ഥിരം സാക്ഷിയാക്കണം എന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഉടമ്പടി എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ യൂട്യൂബിൽ നോക്കാനുള്ള ഒരു ബോധം എനിക്ക് കിട്ടിയില്ല. ഞാൻ അന്ന് മുതൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മയുടെ പ്രത്യക്ഷണത്തിന് സ്ഥിരം സാക്ഷിയാക്കണം. അതുപോലെ തന്നെ ഞാൻ ന്യൂസിലാൻഡ് എക്സാം പാസ്സാവുകയാണെങ്കിൽ അമ്മയുടെ ഇവിടെ വന്ന് തിരുസന്നിധിയിൽ വന്ന് ഞാൻ നന്ദി പറഞ്ഞോളാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു.
അങ്ങനെ ജൂലൈ 16 ഞാൻ നാട്ടിൽ വന്നായിരുന്നു. ജൂലൈയിൽ ആദ്യം ജൂലൈ 16 എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. പക്ഷേ ഞാൻ ഇവിടെ വന്നില്ല. പക്ഷേ ഞാൻ അല്ലാതെ തന്നെ ഞാൻ അമ്മയോട് നന്ദിയൊക്കെ പറഞ്ഞു, കൊന്തയൊല്ലൊന്നും മുടക്കിയില്ല. പക്ഷേ കൃപാസനത്തിൽ വന്നില്ലായിരുന്നു. അതിനുശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഒരു ഇൻ്റർവ്യൂവും കൂടെ വരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്നോളാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ ആഗസ്റ്റിൽ തന്നെ എൻ്റെ രജിസ്ട്രേഷൻസ് ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും എനിക്ക് കിട്ടി. എന്നിട്ടും ഞാൻ ഒരുപാട് ഇവിടെ വന്നാണെങ്കിലും ഒരുപാട് പേര് സാക്ഷ്യങ്ങൾ പറഞ്ഞ് കേൾക്കാം. 2000-3000 ആപ്ലിക്കേഷൻസ് അയച്ചു അങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് വെറും 50-60 ആപ്ലിക്കേഷൻ പോലും ഞാൻ സെൻഡ് ചെയ്തിട്ടില്ല. അതിനുള്ളിൽ തന്നെ എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്നൊരു ഇൻ്റർവ്യൂ കിട്ടുവാണ്. അത് എനിക്ക് ഉറപ്പാണ് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അമ്മ മാതാവ് തന്നതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഞാൻ പാസ്സായി. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പം എനിക്ക് അന്ന് ഉടമ്പടി എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ അമ്മ മാതാവിൻ്റെ എത്ര ഇതയുള്ള മാതാവിയും സ്വർഗസ്ഥനായ പിതാവിയും അങ്ങനെ എല്ലാം പ്രാർത്ഥിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്നത്. എൻ്റെ കയ്യിൽ ഒരു കാശുരൂപം ഉണ്ടായിരുന്നു അമ്മ മാതാവിൻ്റെ, അത് വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ ഒക്ടോബർ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്, അത് പാസ്സായി. ഞാൻ മാതാവിനെ ഒരുപാട് നന്ദി പറഞ്ഞു. പക്ഷേ ഞാൻ അപ്പോഴും വന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ കൊന്തയൊല്ലുന്നതോ അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളൊന്നും മുടക്കാതെ ഞാൻ മാതാവിനോട് തന്നെ ചേർന്ന് നിന്ന് ഞാൻ പ്രാർത്ഥിച്ച്. പക്ഷേ ഞാൻ ഈ ഒരു നവംബർ മാസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് അവിടെ നിന്ന് ഒരു മെയിലോ ഒന്നും വരുന്നില്ല ഇൻ്റർവ്യൂ പാസ്സായിട്ട്. ആകെപ്പാടെ അത് കഴിഞ്ഞൊന്ന് വന്നത് നിങ്ങളുടെ റെഫറി ചെക്കൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞാണ്. പക്ഷേ പിന്നീടൊന്നും എനിക്കൊരു ഇതും വരുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുവാണ്, നീ കൃപാസനത്തിൽ വരണം, നീ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി കൃപാസനത്തിൽ അങ്ങനെ ഒരു 2-3 തവണ എന്നോട് ഉള്ളിൻ്റെ ഉള്ളിൽ മാതാവ് തന്നെ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. അമ്മ മാതാവ് പറഞ്ഞ പ്രകാരം ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് പറയാൻ പേടിയായിരുന്നു. പക്ഷേ ഞാൻ എന്താണ് ഇതെന്നെല്ലാം യൂട്യൂബിൽ നോക്കി പഠിച്ചു, ഉടമ്പടി എന്താണെന്ന്. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇത് 6 കൽപ്പനകളുണ്ട്, എനിക്കിത് പാലിക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാൻ ഹസ്ബൻഡിനോടും പറഞ്ഞു. ഹസ്ബൻഡ് എന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുവാണ്. ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ സാക്ഷ്യങ്ങൾ കേട്ടു തുടങ്ങി. അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനം കൂടി. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ഉപവാസം എടുത്ത് ഞാനിവിടെ വന്ന്, അതൊരു ബുധനാഴ്ചയായിരുന്നു. ഇവിടെ വന്ന് ഞാൻ 26/11/2025 വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ലൈറ്റ് ഐ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് വിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡിസംബർ 1 എനിക്ക് അവിടെ നിന്ന് ഒരു മെയിൽ വന്നു, എൻ്റെ അഡീഷണൽ ബെനിഫിറ്റ് പാക്കേജ് എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് മനസ്സിലായി ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് എനിക്ക് എന്നിട്ടും എൻ്റെ ഓഫർ ലെറ്റർ എനിക്ക് വേറെ ഒരു ഇതും അവിടെ നിന്ന് വരുന്നില്ല. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മയുടെ ഇഷ്ടം എന്താണ്, ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നതാണോ, നാട്ടിൽ വർക്ക് ചെയ്യുന്നതാണോ, അതോ ഞാൻ വെളിരാജ്യത്ത് തന്നെ വർക്ക് ചെയ്യുന്നതാണോ, ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കൊരു ഇത് കാണിച്ചു തരണമെന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നത്. പിറ്റേ ദിവസം ഡെയിലി ബ്രെഡിൻ്റെ സമയമായപ്പോൾ എനിക്ക് മെയിൽ വന്നു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് 3-4 ഹോസ്പിറ്റലിലേക്കുള്ള അങ്ങനെ ഒരു ഗ്രൂപ്പ് ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ എനിക്ക് ഡിസംബർ 10 എൻ്റെ പ്രൊഫഷണൽ ഓഫർ ലെറ്റർ വന്നു, ഞാൻ ഇന്ന ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ ഉറച്ച് വിശ്വസിച്ചു, അതെനിക്ക് മാതാവ് പറഞ്ഞു തന്നതാണ്, നീ നാട്ടിലല്ല വർക്ക് ചെയ്യാൻ പോകുന്നത്, നീ ഓസ്ട്രേലിയയിൽ തന്നെയാണ്. അങ്ങനെ ഞാൻ അതിൽ തന്നെ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ എൻ്റെ ഉടമ്പടി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് മുന്നോട്ട് പോയി. പക്ഷേ ഞാൻ ജാനുവരി ആയിട്ടും എനിക്ക് അവിടെ നിന്നൊരു ഡിസംബർ പകുതിയായപ്പം ഈ ഓഫർ ലെറ്റർ കിട്ടിയതാണ്. ജാനുവരി പകുതിയായിട്ടും എനിക്കൊരു മെയിലും അവിടെ നിന്ന് വരുന്നില്ല. സോ ഞാൻ അതുകൊണ്ട് കുറേ മെയിൽ അവർക്ക് അയച്ചു. സാധാരണ രീതിയിൽ എന്തെങ്കിലും ഒരു മെയിൽ അയച്ചാൽ അവരെനിക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ കണ്ടിന്യൂസ് മെയിൽ അയച്ചിട്ടും ഇവരെനിക്ക് റിപ്ലൈ തരാത്തത് കൊണ്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടിയിൽ എന്തോ ഇത് കാണിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഇത് അമ്മ മാതാവ് തന്ന ജോലിയാണ്, ഇത് നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അപ്പം അമ്മ മാതാവ് തന്ന ജോലിയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അപ്പം ഞാൻ ഓർത്തു അമ്മ മാതാവ് ത്രൂ ഈ മെയിൽ പോലും എൻ്റെ എംപ്ലോയറിൻ്റെ അടുത്ത് എത്തുള്ളൂ ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു. അപ്പം ഞാൻ അമ്മയോട് കരഞ്ഞു ചോദിച്ചു, അമ്മ എന്തുകൊണ്ടാണ് എനിക്ക് ഈ മെയിൽ ഒന്നും ഒരു റിപ്ലൈയും വരാത്തേ, ഈ ജോലിയുടെ ഒരു റിപ്ലൈ എനിക്ക് കിട്ടുന്നില്ല. അപ്പം സാധാരണ രീതിയിൽ അവരെനിക്ക് മെയിൽ അയക്കുന്നതാണ്, മെയിൽ അയച്ച ഉടനെ എനിക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഒരു മാസത്തോളമായിട്ട് എനിക്കൊരു റിപ്ലൈ ഇല്ലാത്തപ്പോൾ ഒരു വിഷമം. അപ്പം ഞാൻ അമ്മയോട് കരഞ്ഞു വെച്ചപ്പോൾ അമ്മ പറഞ്ഞു, നീ എൻ്റെ മക്കൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലല്ലോ, ആ ഒരു വാക്ക് അമ്മ എന്നോട് പറഞ്ഞത്. അപ്പം എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ഡിസംബറിൽ
ഇങ്ങനെ 2-3 തവണ അമ്മ എന്നോട് പറഞ്ഞു. അപ്പോൾ ഡിസംബറിൽ ഞാനൊരു ഓർഫണേജിൽ, ഒരു കുഞ്ഞു പിള്ളേരുടെ ഓർഫണേജാണ്, അവിടേക്ക് ഞാൻ കുറച്ച് ക്യാഷ് അവർക്ക് ഫുഡ് മേടിക്കാൻ കൊടുത്തോളാം എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഞാനത് മുന്നോട്ട് വെച്ചു. അങ്ങനെ ഇത് അമ്മ എന്നോട് പറഞ്ഞ് അപ്പം തന്നെ ഞാനത് ഞാൻ രാത്രി തന്നെ അയച്ചു കൊടുത്തു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ, അതായത് അവിടെ നിന്നല്ല മെയിൽ വരുന്നത് ഏർലി മോർണിംഗ് ആയിരിക്കും, ഒരു 3 o'clock 4 അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് മെയിൽ വന്ന് കിടന്നു. ഞാൻ ചോദിച്ചതിന് റിപ്ലൈ ആയിട്ട് ഒരു പോസിറ്റീവ് മെയിൽ. അപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ചു അമ്മ മാതാവ് തന്ന ജോലിയാണ്, അതുകൊണ്ടാണ് എനിക്കിത് ഇങ്ങനെ ഒരു ഇത് വന്നത്. അതിനുശേഷം ഞാൻ ഒരിക്കലും അങ്ങോട്ടേക്ക് പൈസ ഫുഡിന് കൊടുക്കുന്നത് മുടക്കിയിട്ടില്ല. എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ കൊടുക്കും. അങ്ങനെ ഞാൻ ഉടമ്പടി എല്ലാം നോക്കി ഞാൻ മാർച്ചിൽ ഇവിടെ വന്ന് ആദ്യത്തെ പുതുക്കി. അപ്പം ഞാൻ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ പ്രൊഫഷണൽ ഓഫർ ലെറ്റർ വന്ന് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള TRN നമ്പറിന് വേണ്ടിയാണ്. അപ്പം ഞാൻ ഈ TRN നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 1-2 മാസമായിട്ടൊന്നും വരുന്നില്ല. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു. അപ്പം ഉടമ്പടി വന്ന് പുതുക്കി അതിൻ്റെ പിറ്റേ ദിവസം 11-ാം തീയതി ഉടമ്പടി വന്ന് പുതുക്കി. 13-ാം തീയതി എനിക്ക് എൻ്റെ TRM വന്നു വിസ അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. അപ്പം അതിൽ കിടപ്പുണ്ട് മാർച്ച് 12-ന് അത് സാങ്ഷൻ ആയതാണ്. പക്ഷേ അവരെനിക്ക് അയച്ചു തന്നത് മെയ് 13 ഏർലി മോർണിംഗ് ആണ്. അതൊരു ഫ്രൈഡേ ആണ്. അത് മാതാവിൻ്റെ ദിവസമാണ്. അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, അമ്മേ ഈ ജോലി അമ്മ തന്നതെന്ന് എനിക്ക് നല്ലപോലെ ഉറപ്പുണ്ട്. അപ്പം എനിക്ക് എല്ലാ അടയാളങ്ങളോട് കൂടി എനിക്ക് ഈ ജോലി കിട്ടിയത് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ അമ്മയോട് പറഞ്ഞ കാര്യമാണ്. അപ്പം അതിൽ TRN എനിക്ക് ആ നമ്പറിൽ 7 എന്നുള്ളൊരു നമ്പർ ഉണ്ടായിരുന്നു. അത് ആദ്യം 2 ഇംഗ്ലീഷ് ലെറ്റർ, പിന്നെ 7, പിന്നെ ഇംഗ്ലീഷ് ലെറ്റർ, പിന്നെയാണ് നമ്പർ വന്നത്. അപ്പം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അതെനിക്ക് അമ്മ മാതാവ് തന്നതാണ്. അമ്മ മാതാവ് മാധ്യസ്ഥം വഹിച്ച് തിരുകുമാരനിൽ നിന്ന് നേടിത്തന്നതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ എനിക്ക് ഇനി വിസയുടെ പ്രോസസ്സിംഗ് ആണ്. വിസ അപ്ലൈ ചെയ്യാം. അങ്ങനെ വിസ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും എൻ്റെ OETയുടെ വാലിഡിറ്റി തീരാറായി. 2023 ജൂൺ 24 ഞാൻ OET എഴുതിയത്. ബാക്കി എല്ലാ കൺട്രിയിലും, ഓസ്ട്രേലിയ ഒഴിച്ച് എല്ലാ കൺട്രിയിലേക്കും 2 year വാലിഡിറ്റിയേ ഉള്ളൂ. അപ്പം ഞാൻ മാതാവിനോട് എൻ്റെ ഒരു നിയോഗമായിരുന്നു മാതാവിനോട്, ഈ OET വെച്ച് തന്നെ എനിക്ക് അമ്മ മാതാവ് ഇനി എന്നോട് ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതാൻ പറയരുത്, ഈ ഒരു OETയിൽ വെച്ച് തന്നെ അമ്മ മാതാവ് എനിക്ക് വിസ തരണമെന്ന് ഞാൻ ഒരു നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് OET എന്ന് വെച്ചാൽ ഈ ഓസ്ട്രേലിയയിലേക്ക് എല്ലാവർക്കും അറിയാം, ഓസ്ട്രേലിയക്ക് ഫുൾ മൊഡ്യൂൾ B വേണം. എനിക്ക് റൈറ്റിംഗ് C+ ആണ്, ബാക്കി മൊഡ്യൂളേ ഉള്ളൂ B. പക്ഷേ ഞാൻ എൻ്റെ ലോയറിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇത് വെച്ച് അപ്ലൈ ചെയ്താൽ ചിലപ്പം വിസ റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ ഉറച്ച് വിശ്വസിച്ചത്, കാരണം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്, എനിക്കിത് അമ്മ മാതാവ് തന്ന ജോലിയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു OETയുടെ റിസൾട്ട് വെച്ച് തന്നെ ഞാൻ വിസ അപ്ലൈ ചെയ്യുള്ളൂ ഞാൻ മനസ്സിൽ അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ മുന്നോട്ട് പോയി. അതുപോലെ തന്നെ എനിക്ക് അതിൽ വേറെ കുറച്ച് ഡോക്യുമെൻറ്റ്സിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതായത് ഞാൻ സൗദി വർക്ക് ചെയ്ത ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് അതൊന്നും ഞാൻ എടുക്കാതെയാണ് പോകുന്നത്. അപ്പം അതൊന്നും സത്യത്തിൽ എനിക്ക് അതിനി ഒരിക്കലും ഞാൻ വൺസ് അവിടെ നിന്ന് എക്സിറ്റ് ആയി പോന്നു കഴിഞ്ഞാൽ എനിക്കത് കിട്ടത്തില്ല. അവിടെ ബാങ്കിൽ ചോദിച്ചാൽ അവർ മെയിൽ ത്രൂ ഒന്നും അയച്ചു തരത്തില്ല, വേറെ ഫ്രണ്ട്സിനെയൊക്കെ വെച്ച് അങ്ങനെ വേണം, ഓതറൈസേഷൻ കൊടുക്കണം. അപ്പം അതിനുള്ള എൻ്റെ ഫ്രണ്ട്സും അവിടെ ഇല്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, എനിക്ക് ഈ ഒരു ഡോക്യുമെൻ്റ് ഏതെങ്കിലും ഒരു രീതിയിൽ എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. എൻ്റെ മൈൻഡിൽ പോലും ഇല്ലായിരുന്നു ഞാനിത് 2022 ലോൺ വെക്കാൻ നേരത്ത് ഞങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പം ഞാനിങ്ങനെ എന്തോ സംസാരിച്ചെന്ന് അമ്മയോട് ഞാനിത് അപേക്ഷിച്ചപ്പോൾ അമ്മ തന്നെ എന്നെ ഓർപ്പിപ്പിച്ചു, നീ മെയിൽ ചെക്ക് ചെയ്യുക മാനേജറിൻ്റെ. അങ്ങനെ മെയിൽ നോക്കിയപ്പോൾ മെയിലിൽ കണ്ടില്ല. പിന്നെ ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ ഞാൻ നോക്കിയപ്പം എൻ്റെ 2019 തൊട്ട് 2022 എൻഡിങ് വരെയുള്ള എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്, പിന്നെ എൻ്റെ ഒരു സാലറി സ്ലിപ്പും കിട്ടി. അപ്പം അങ്ങനെ ഞാൻ അതെല്ലാം അവർക്ക് സബ്മിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, ഇത് അമ്മ ആ വിസ തരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഒരു ക്വയറീസും വരരുത്. അതുപോലെ തന്നെ ഞാനിവിടെ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു, ഓസ്ട്രേലിയൻ വിസ 7 days കൊണ്ട് കിട്ടി. അതുപോലെ തന്നെ കാനഡയിൽ 7 വർഷമായിട്ട് പരിശ്രമിച്ചവർക്ക് 7 ദിവസം കൊണ്ട് അമ്മ മാതാവെല്ലാം റെഡിയാക്കി കൊടുക്കുന്നു. അങ്ങനെയെല്ലാം ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. അപ്പം ഞാനും ആഗ്രഹിച്ചിരുന്നു എനിക്ക് 7 days കൊണ്ട് കിട്ടണമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ വിസ സബ്മിറ്റ് ചെയ്തു April 2. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, ഞാൻ വിസ കിട്ടുന്നോടം വരെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് ഞാൻ മുന്നോട്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഞാനത് ചെയ്ത് മുന്നോട്ട് പോയി. അപ്പം എനിക്ക് മാതാവ് തിരിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവ് തിരിയിൽ 9 എന്നുള്ളൊരു നമ്പർ കാണിച്ചു തന്നു. ഈ 9 എന്നുള്ളത് ഞാൻ ഓർത്തിനി എനിക്ക് April 9 വിസ വരുന്നതെന്ന്.
അപ്പം ഏപ്രിൽ 9 എനിക്ക് വിസ വന്നില്ല. പക്ഷേ എനിക്ക് 9 നമ്മ കാണിച്ചു തന്നു 9-ാം പൊക്കം വിസ എനിക്ക് വരുമെന്നാണ്. 9-ാം പൊക്കം 9 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ ഞങ്ങളുടെ 3 പേരുടെയും എൻ്റെ ഫാമിലിയുടെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിലിയുടെ വിസ എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ വർക്കിംഗ് ഡേയ്സ് നോക്കുവാണെങ്കിൽ 7 ഡേയ്സേ എടുത്തുള്ളൂ. അങ്ങനെ എൻ്റെ മാതാവ് അമ്മ മാതാവ് അടയാളപ്പെടുത്തി അമ്മ മാതാവ് തന്ന വിസയെന്ന് കാണിച്ച് എനിക്ക് തന്നു. ഞാൻ അത് ആരോടും പറഞ്ഞില്ല. അന്ന് ഞാനിവിടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് ഞാൻ എല്ലാവരോടും പറയത്തുള്ളൂ. അങ്ങനെ ഇവിടെ വന്നു ഞാൻ സാക്ഷ്യ പേപ്പറിൽ സാക്ഷ്യം എഴുതി കൊടുത്തു. ഇവിടെ വന്ന് കൊന്തയൊല്ലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ അമ്മയോടും ഒക്കെ ഞാൻ വിളിച്ച് പറഞ്ഞത് എനിക്ക് വിസ വന്നെന്ന്. വിസ വന്നപ്പോൾ ഞാൻ ഓർത്തു വിസ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി 1 മാസം കൂടിയൊക്കെ ഉള്ളായിരിക്കും ഞാൻ നാട്ടിൽ നിന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ ആദ്യത്തെ ഉടമ്പടി പുതുക്കിയപ്പം ഞാനൊരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മെയ് 27 എന്നുള്ളത്. അപ്പം മെയ് 20 അമ്മയുടെ വണക്കമാസമാണ്. അപ്പം മെയ് 27 അമ്മയുടെ പ്രത്യക്ഷണത്തിന് സാക്ഷിയായി, അതിനു മുന്നേ എന്നെ അമ്മയുടെ പ്രത്യക്ഷണത്തിന് സ്ഥിരസാക്ഷിയാക്കി ഉയർത്തി എനിക്ക് അവിടെ ജോലിക്ക് കയറാൻ പറ്റണേന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ മെയ്യിലൊന്നും എനിക്കൊന്നും സംഭവിച്ചില്ല. മെയ്യിൽ പകുതിയായപ്പോൾ ഞാൻ അവർക്ക് വിസ അയച്ചു കൊടുത്തിട്ട് 1 മാസമായിട്ട് ഒരു റിപ്ലൈയും കിട്ടാഞ്ഞിട്ട് ഞാൻ എൻ്റെ എംപ്ലോയറിനോട് കോൺടാക്ട് ചെയ്തപ്പോൾ എംപ്ലോയർ പറഞ്ഞു നിങ്ങൾക്കൊരു OSV അസസ്മെൻ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്, അതുകൂടെ കഴിയാതെ ഞങ്ങൾക്ക് ഫോർമൽ ലെറ്റർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എന്നോട് പറഞ്ഞു. ഓക്കെ, ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോഴും ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ഞാൻ മെയ് മാസം കണ്ട് കൊന്ത ഒരിക്കലും മുടക്കാതെ ഞാൻ കൊന്ത ചെല്ലുന്നുണ്ടായിരുന്നു. മെയ് മാസ വണക്കമാസ പ്രാർത്ഥനകളിലെല്ലാം ചെല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ച് എനിക്ക് സങ്കടമായി. മെയ് 27 എനിക്കൊന്നും കിട്ടിയില്ല, എൻ്റെ ഓഫർ ലെറ്റർ ഒന്നും വന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഇനി ഒരിക്കലും ഉടമ്പടി കുഴപ്പമൊന്നുമല്ല, ഞാൻ ഒരിക്കലും ഡേറ്റ് എടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാനത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാം കൂടി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അപ്പം തന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു മെയിൽ വരുവാണ്. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് പൂൾ നേഴ്സായിട്ടാണ്. അതായത് ആ ഹോസ്പിറ്റലിൽ എവിടെയാണോ വേക്കൻസി ഉള്ളത്, സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ളത്, അവിടെ വർക്ക് ചെയ്യണം. എനിക്ക് ഒരു ഫിക്സഡ് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലാതെ അങ്ങനെയുള്ളൊരു ഇൻ്റർവ്യൂ ആണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് അവർ എന്നെ കണ്ടിട്ടില്ല, ഞാൻ എൻ്റെ പെർഫോമൻസ് എന്നാന്ന് അറിയത്തില്ല. എന്നിട്ടും അവരെന്നോട് പറഞ്ഞു ഒരുപാട് കാൻഡിഡേറ്റ്സ് നോക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ഫിക്സഡ് വാർഡ് എന്നുള്ളത്, ഹോം ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം എനിക്ക് മെഡിക്കൽ സ്ട്രോക്ക് യൂണിറ്റിലേക്ക് ആ ഒരു യൂണിറ്റിലേക്കാക്കി തന്നെ എനിക്ക് ഒരു മെയിൽ അയച്ചു, നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച്. എനിക്കറിയാം ഇത് മാതാവ് തന്നു. കാരണം ഞാൻ ഒരു തവണ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, അമ്മേ ഞാൻ എല്ലാ തവണയും വർക്ക് ചെയ്ത പോലെ എനിക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അവർ മാത്രമായിട്ട് മിങ്കിൾ ചെയ്താൽ മതിയല്ലോ, അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. ഇതിപ്പം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ. ഒരു തവണയേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ എനിക്ക് മാതാവ് മെയ് 27 എനിക്ക് ഒരു ഫിക്സഡ് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഹോം ഡിപ്പാർട്ട്മെൻറ്റ് തന്ന് അനുഗ്രഹിച്ചു. അപ്പം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് ഇതിന് മുന്നേ ഞാൻ പോയായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കിത് കിട്ടത്തില്ലായിരുന്നു. അപ്പം മാതാവ് എനിക്കത് നല്ലതിന് വേണ്ടിയാണ് എനിക്ക് ഇതെല്ലാം ഇത്രയും ഡിലേ വരുത്തിയെന്ന് ഞാൻ വിചാരിച്ചു. അതിനുശേഷം ജൂൺ പകുതിയായിട്ടും എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എൻ്റെ OSV ആക്സസറി കോൺടാക്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ അവർക്ക് വീണ്ടും മെയിൽ അയച്ചു. അപ്പോൾ അവർ ഈ മെയിൽ അയക്കുന്ന ദിവസം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ഇന്ന് തൊട്ട് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചോളാം എൻ്റെ ഈ ഒരു സ്റ്റെപ്പ് കഴിയുന്നോടം വരെയെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഉപവാസം ആരംഭിച്ചു. അന്ന് തന്നെ എനിക്ക് അവിടെ നിന്ന് കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ ഈ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് ചോദിക്കുന്നതെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജൂൺ 24 എന്ന് പറഞ്ഞ ഡേറ്റിൽ എൻ്റെ OET എക്സ്പയർഡ് ആവുകയാണ് ഓസ്ട്രേലിയക്കുള്ളതും. അപ്പോൾ അതിന് മുന്നേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ഓഫർ ലെറ്റർ കിട്ടി ഞാനൊരു ജോലിക്കാരിയായിട്ട് നിൽക്കരുത്, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം മാതാവിനോട് ഞാനിങ്ങനെ അത് പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു ഡേറ്റ് ജൂൺ 24 എന്നൊരു ഡേറ്റ് ഞാൻ ഇട്ടിരുന്നു മാതാവിനോട്. അപ്പം ഞാൻ ഈ ഉപവസിച്ച് പ്രാർത്ഥിച്ച അന്ന് മുതൽ എന്നെ അന്നൊരു 11 മണി ആയപ്പോഴത്തേക്കും എൻ്റെ OSV ആക്സസർ എന്നെ കോൺടാക്റ്റ് ചെയ്തു. എന്നോട് പറഞ്ഞു അത് ഇമ്മ്യൂണൈസേഷൻ്റെയാണ്, നമ്മുടെ വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്, ഞാൻ ഓക്കെ ഫിറ്റ് ആണോ എന്നറിയാൻ വേണ്ടി. അപ്പം അത് കോൺടാക്റ്റ് ചെയ്തു. എനിക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യണമായിരുന്നു. അതൊക്കെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് എല്ലാം എടുത്തു അവർക്ക് സബ്മിറ്റ് ചെയ്തു. ജൂൺ 23 ആയപ്പോഴത്തേക്കും എനിക്ക് അവരെന്നോട് പറഞ്ഞു നിൻ്റെ സ്റ്റെപ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, നിനക്ക് ഫൈനൽ ഓഫർ ലെറ്റർ 3 to 4 ഡേയ്സ് കൊണ്ടേ ഓൺലൈൻ വഴി കിട്ടുമോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഈ ജൂൺ 24 എന്നുള്ള ഡേറ്റ് തന്നെ മറന്നു പോയായിരുന്നു. പക്ഷേ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ എനിക്ക് പക്ഷേ ഈ 3 to 4 ഡേയ്സ് എടുക്കുമെന്ന് പറഞ്ഞ ലെറ്റർ എനിക്ക് ജൂൺ 24 തന്നെ എൻ്റെ അമ്മ മാതാവ് എൻ്റെ കയ്യിൽ തന്നു. അത് ഞാൻ സമ്പൂർണ്ണ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഞാനത് തുറന്ന് ഞാനത് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് എംപ്ലോയർക്ക് അയച്ചത്.
അതിനുശേഷം ഇതെല്ലാം വന്ന് ഞാൻ പോകുന്ന ഡേറ്റ് എനിക്ക് ഇവർ മെയ് തന്നെ ആഗസ്റ്റ് 10 നിൻ്റെ ഓറിയൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഈ മെയിൽ ഈ ഡേറ്റൊക്കെ വരുന്നതിന് മുന്നേ അമ്മയോട് ചോദിക്കുമായിരുന്നു, അമ്മേ ഞാൻ എന്നാ ജോലിക്കായിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നേ. അപ്പോൾ എനിക്കൊരു ഞാനൊന്നും ചോദിച്ചൊന്നുമില്ല, അടയാളങ്ങളൊന്നും ചോദിച്ചില്ല. പക്ഷേ അമ്മ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നിന്ന് അമ്മ എൻ്റെ ഉള്ളിൽ വന്ന് പറഞ്ഞു, എന്നോട് പറയുവാണ്, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം നീ മാറണമെന്ന് പറഞ്ഞു. അതായത് ഞാൻ ബെഡ്റൂമിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പൂജാമുറി ആ ഭാഗത്തൊക്കെ ഇരുന്നേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. അങ്ങനെ ഞാൻ ഓക്കെ, അമ്മ എന്നോട് 2 ദിവസം ഇത് പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ വീടിൻ്റെ വേറൊരു റൂമിൽ പോയി വേറൊരു റൂമിൽ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. അങ്ങനെ ഞാൻ മെയ് മാസം വണക്കമാസമായതുകൊണ്ട് തന്നെ ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ 4-5 ദിവസം പോയി കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് ഫുൾ എല്ലാ രഹസ്യങ്ങളും ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ കണ്ണ് തുറക്കുമ്പോൾ എനിക്ക് ആകാശത്ത് മേഘങ്ങൾക്കിടയിൽ അമ്മ 3 എന്ന് കാണിച്ചു തന്നിരുന്നു. അപ്പം എനിക്ക് ഈ 3 ഓർത്തത് ഞാൻ ഓർത്ത് എൻ്റെ OSV ആക്സസറി കോൺടാക്ട് ചെയ്യാൻ പോകുന്നതോ അല്ലെ 3 ദിവസം കഴിഞ്ഞ് അവരൊക്കെ കോൺടാക്ട് ചെയ്യുന്നതാണ്. പക്ഷേ അങ്ങൊന്നും സംഭവിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജൂൺ 24 എൻ്റെ ഓഫർ ലെറ്റർ വന്നത്. അങ്ങനെ അപ്പം അമ്മയത് കാണിച്ചു തന്ന 3-ാം തീയതി ഞാൻ ആഗസ്റ്റ് 3 ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതാണ്. ഞാൻ 3-ാം തീയതിയാണ് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, അമ്മേ എനിക്കൊരു ഫ്രണ്ട് കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മനസ്സുരുകി പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം തന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു മെയിൽ വന്നു, നീ ന്യൂലി റീലോക്കേറ്റഡ് അല്ലേ ഓസ്ട്രേലിയയിൽ, അപ്പം നിനക്ക് ആരെങ്കിലുമായിട്ട് നിൻ്റെ കോൺടാക്റ്റ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച് എന്നോട് ചോദിച്ച് ഒരു മെയിൽ വന്ന്. ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ എനിക്ക് എൻ്റെ അവിടെ തന്നെ കോട്ടയത്ത് തന്നെ ഒരു കൊച്ചിനെ എനിക്ക് ഫ്രണ്ടായിട്ട് കിട്ടി. അതുപോലെ തന്നെ ഞാൻ ആഗസ്റ്റ് 3 ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്. ഞാൻ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യാനായിട്ട് ഞാൻ ആഗസ്റ്റ് 3 ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയിരുന്നു. പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ ഇനി എനിക്ക് ഒരാഴ്ച പോലും ഇല്ല പോകാനായിട്ട്. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, മനസ്സിലൊരു വിഷമവും ഇല്ല, ടെൻഷനില്ല. കാരണം ഞാൻ ഉടമ്പടിയിലാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ അമ്മ മാതാവും ഈശോപ്പയും എൻ്റെ കൈ പിടിച്ച് എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഉപ്പും വിശുദ്ധ തൈലവും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ അമ്മ മാതാവിൻ്റെയും ഈശോപ്പയുടെയും കരം പിടിച്ചാണ് ഞാൻ പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ വിസ ഡോക്യുമെൻറ്റ്സ് അപ്ലൈ ചെയ്തപ്പം ഞാൻ ഡോക്യുമെൻറ്റ്സ് കൊടുത്തപ്പോൾ എല്ലാത്തിലും വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും അപ്ലൈ ചെയ്താണ് ഞാനത് കൊടുത്തിരുന്നത്. എനിക്ക് എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും ഉപയോഗിക്കാറുണ്ട്. എൻ്റെ ഒരു സാക്ഷ്യം. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് മുടി ഇങ്ങനെ വട്ടത്തിൽ പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ വിശുദ്ധ തൈലം ഉപയോഗിച്ച് അതെനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന് പറഞ്ഞപ്പം എനിക്ക് അവിടെ നല്ല ഗ്രോത്ത് ഉണ്ടായി. എനിക്ക് ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അതെൻ്റെ അമ്മ മാതാവ് മാറ്റി തന്നതാണ്. പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് വളർന്നെന്ന് വെച്ചാൽ എനിക്ക് ആത്മീയമായിട്ട് എൻ്റെ സ്വഭാവത്തിൽ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തന ഉടമ്പടി പത്രം കൊടുക്കുന്ന സമയത്ത് എല്ലാവരോടും പറയും, നമ്മൾ ഉടമ്പടി എടുക്കണം, നമ്മുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വരുമെന്ന്. അങ്ങനെ എനിക്ക് ക്ഷമിക്കാൻ പഠിച്ചു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. 100% മാറി എന്നല്ല പറയുന്നത്, എങ്കിലും എനിക്ക് ഒരു പരിധി വരെ എല്ലാ കാര്യങ്ങളും ക്ഷമിക്കാനും ദേഷ്യപ്പെടാതിരിക്കാനും സാധിക്കുന്നുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് കൂടും. 5:30 തന്നെ എഴുന്നേക്കാൻ ഞാൻ എല്ലാ ദിവസവും ശ്രമിക്കും. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് എൻ്റെ ദിവസം തന്നെ പോയി. അത് ഞാൻ എപ്പോഴെങ്കിലും ആയിട്ട് കൂടും. പിന്നെ അച്ഛൻ്റെ ധ്യാനം ഞാൻ മുടങ്ങാതെ കൂടാറുണ്ട്. എന്തെങ്കിലും ഒരു സാഹചര്യം വരുവാണെങ്കിൽ തന്നെ അമ്മ മാതാവിനോട് ഞാൻ പറയും, അമ്മ എനിക്കിന്ന് ഈ ദാനം കൂടേണ്ടതാണല്ലോ എന്ന് ചോദിച്ചാൽ എനിക്ക് അവിടെ പോകാതെ തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതെല്ലാം ഷെയർ ചെയ്യും. പിന്നെ സാക്ഷ്യങ്ങൾ കാണും. ഞാൻ സാക്ഷ്യങ്ങൾ കണ്ടാണ് എൻ്റെ മനസ്സിലൊരു ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ഞാൻ അപ്പോഴേ സാക്ഷ്യങ്ങളാണ് കാണുന്നത്. അത് എനിക്ക് അമ്മ മാതാവ് എൻ്റെ പ്രതിസന്ധികളിലൂടെ പോകുന്നവരുടെ സാക്ഷ്യം തന്നെ കാണിച്ചു തരും. പിന്നെ അതെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിന് എന്നോട് ചോദിക്കും, എങ്ങനെ ഇത്ര വേഗം ഇതെല്ലാം റെഡിയായി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത അമ്മ മാതാവ് തന്നതെന്ന്. അമ്മ മാതാവ് തിരുകുമാരനോട് മധ്യസ്ഥം വഹിച്ച് തന്നതെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ വന്ന് എല്ലാ മാസവും 3 കെട്ട് പത്രം വായിക്കും. അതിൽ ഞാൻ വചനങ്ങൾ എഴുതും. ലൂക്കാ 18:27 മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമായെന്ന് വചനങ്ങൾ എഴുതും. അതുപോലെ തന്നെ എല്ലാ പത്രത്തിലും 7th പേജിൽ പ്രതീക്ഷണ പ്രാർത്ഥന എഴുതി വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ ഉപ്പും വിശുദ്ധ തൈലവും അപ്ലൈ ചെയ്ത് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത്. അമ്മ മാതാവ് പറയുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഉടമ്പടി പത്രം കൊടുക്കാൻ പോയപ്പോഴത്തേക്കും
ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ നീ എൻ്റെ കൂടെ ഇല്ലേ എന്ന് ഞാനൊരു വാക്ക് ചോദിച്ചു മാതാവിനോട്. അപ്പം തന്നെ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടി, മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കിട്ടി. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ തന്നെയാണെങ്കിൽ എനിക്ക് ഒരു തവണയും കൂടി ഇത് തരണമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് സ്റ്റെപ്പ് കൂടെ മാറിയപ്പോൾ എനിക്കത് വീണ്ടും വന്നു. അങ്ങനെ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും തിരിയിൽ മാതാവ് വരാറുണ്ട്. പച്ചത്തിരിയിൽ ഒരു പ്രാവശ്യവും പിന്നെ നീലത്തിരിയിൽ എല്ലാ മാസം ഇവിടെ നിന്ന് മേടിച്ച് പോകുന്ന തിരിയിൽ എപ്പോഴും മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ പൊതിച്ചേറ് കെട്ടി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആരെൻ്റെ മുന്നിൽ കൈ നീട്ടിയാലും ഞാൻ അവർക്ക് പൈസ കൊടുക്കും. അതുപോലെ ഓർഫണേജിലേക്ക് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പൈസ കൊടുക്കാറുണ്ട്. ഞാൻ മുടക്കാതെ ഞാൻ ശ്രമിക്കും, ഒരിക്കലും മുടക്കാറില്ല. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം ഞാൻ ചൊല്ലും. പിന്നെ ഞാൻ വചനങ്ങൾ വായിക്കാറുണ്ട്. ഇത്രയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും. പിന്നെ ഞാനിത് എൻ്റെ ഈ ജോലി, എനിക്ക് ഈ ഓസ്ട്രേലിയയിൽ ജോലി ലഭിച്ച് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. കാരണം August 1, 2023 സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ പ്രോസസ്സിങ് ഈ August 1 വരുമ്പം 2026 വരുമ്പോൾ 3 വർഷമായി. ഞാൻ എന്നാണോ എൻ്റെ മെറിറ്റ് വിശ്വസിക്കാതെ എൻ്റെ അമ്മ മാതാവിനെല്ലാം വിട്ടുകൊടുത്ത് അതിനുശേഷം എനിക്ക് ഒന്നിനു വേണ്ടിയും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ ഈ കാര്യങ്ങളെല്ലാം നടന്ന 8-9 മാസം കൊണ്ടാണ്. എൻ്റെ ഈ 2-2.5 വർഷം ഞാൻ ശ്രമിച്ച കാര്യം എനിക്ക് നടക്കാതെ എൻ്റെ അമ്മ മാതാവിന് ഞാനെല്ലാം വിട്ടുകൊടുത്തപ്പം എനിക്ക് വെറും 8 മാസം കൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഞാൻ അങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. ഇത്രയും എന്നെ അനുഗ്രഹിച്ച് എൻ്റെ കുടുംബത്തിനെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ വീണ്ടും കോടാനും വട്ടം നന്ദി പറഞ്ഞ് എൻ്റെ സാക്ഷി അവസാനിപ്പിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പെരുവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 19-ാം വചനമാണ്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഉറപ്പാണ്. എവിടെ തിരിഞ്ഞാലും എന്തിനു പോയാലും അമ്മയോട് സംസാരിച്ച് ചോദിക്കുമ്പോൾ അമ്മ എന്താണ് ചെയ്യേണ്ടത്, അമ്മ എന്നാണ് ഞാൻ പോകേണ്ടതെന്ന് ചോദിച്ചപ്പോഴാണ് August 3 എന്ന് കാണിച്ചു തരുന്നത്. ഇവിടെയും തിരിയിൽ കാണിച്ച 9 എല്ലാം അമ്മയുടെ സാന്നിധ്യമാണ്. മക്കളുടെ കൂടെയുള്ള ആ അമ്മ, സഞ്ചാരി മാതാവ്, കൃപാസനം അമ്മ, ആ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്കൊരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിലെ അഭയകേന്ദ്രവുമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പൊരുവെയിൽ തണൽ നൽകുന്ന ആ ദൈവവും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പ് നൽകുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. ആ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമുക്കും ആ ശക്തനായ ദൈവത്തിൽ വിശ്വസിക്കാം. ലൂക്കായുടെ സുവിശേഷം 1:49 പറയുന്നത്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്നാണ്. ഈ മകളുടെ ജീവിതത്തിലും ശക്തനായവൻ തന്നെയാണ് വലിയ കാര്യങ്ങൾ ചെയ്ത് ഈ മകൾക്ക് ജോലി നൽകി അനുഗ്രഹിച്ചത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. നമ്മുടെ ശക്തിയും ആശ്രയവുമായ കർത്താവിലേക്ക് നമ്മെ കരം പിടിച്ച് നൽകുന്ന ആ പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. രേണുകയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.